ഓണവിപണി ലക്ഷ്യമിട്ടിറക്കിയ കൃഷി അയൽവാസിയുടെ കന്നുകാലികൾ നശിപ്പിച്ചതായി പരാതി. ആലപ്പുഴ ചെങ്ങന്നൂരിലാണ് സംഭവം. കൃഷി നശിപ്പിക്കുന്നതിന് പുറമെ വഴിയാത്രക്കാർക്കും കന്നുകാലികൾ ഭീഷണിയാകുന്നുണ്ട്. ഇരമല്ലിക്കര ഒന്നാം വാർഡിൽ തോട്ടത്തുമലയിൽ രാജശേഖരൻ പിള്ളയുടെ കൃഷിയിടമാണിത്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് 27 വർഷമായി ഇദ്ദേഹം വീടിനോട് ചേർന്നുള്ള 20 സെന്റ് തരിശു നിലത്ത് കൃഷി ചെയ്യുകയാണ്. ഓണവിപണി ലക്ഷ്യമിട്ടിറക്കിയ കൃഷിയാണ് സമീപവാസിയുടെ കന്നുകാലികൾ നശിപ്പിച്ചതെന്ന് രാജശേഖരൻ പിള്ള പറഞ്ഞു. ഇപ്പോൾ ഈ 2-3 വർഷമായിട്ട് ഇവിടെ പടിഞ്ഞാറ് സത്യൻ സീമ എന്ന് പറയുന്ന അവരുടെ എരുമ കയറി എൻ്റേതും പരിസരത്തുള്ള കൃഷികൾ മുഴുവൻ നശിപ്പിക്കുന്നു. ഈ എരുമ കയറി ഇത് നശിപ്പിച്ചതുമായിട്ട് ഏതാണ്ട് 2-2.5 ലക്ഷം രൂപയുടെ നഷ്ടം എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. സമീപവാസിയായ വാസുദേവൻ നായർക്കും പറയാനുള്ളത് സമാനമായ പരാതിയാണ്. ഇത് സ്ഥിരമായിട്ടൊരു ശല്യക്കാരിയാണ്. കാരണം ഇവർക്ക് ഈ മാടുകളെ കെട്ടാനുള്ള സൗകര്യങ്ങളും അങ്ങനെ യാതൊന്നുമില്ലല്ലോ. അപ്പോൾ രാത്രി കാലങ്ങളിലങ്ങ് അഴിച്ചുവിടുകയാണ്. അതിനുള്ള സംവിധാനങ്ങളൊന്നും ഇവരുടെ കയ്യിലില്ല. റോഡ് സൈഡിലാണ് കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ അത് അവർ പറയുന്നത് തന്നെ അഴിഞ്ഞു പോകുന്നതാണ്. അതും നമുക്കാർക്കും ഇതിനെ പിടിച്ച് കെട്ടാനൊക്കത്തില്ല. വലിയ എരുമകളാണ്, അത് വെട്ടാൻ വരും. കന്നുകാലി ശല്യം മൂലം കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണ് തനിക്കുള്ളതെന്ന് മറ്റൊരു കർഷകനായ രഘുനാഥൻ പിള്ള പറഞ്ഞു. ഇവരിവിടെ വന്ന് താമസമായപ്പോൾ തൊട്ട് എരുമയും പട്ടിയും പോത്തും പശുവും എല്ലാം കൊണ്ട് വന്ന് ഇവിടെ ഭയങ്കര നാശമാണ് നശിപ്പിക്കുന്നത്. അവർ വന്നപ്പോൾ തൊട്ട് ഞാൻ ഇവിടെ കൃഷി നിർത്തിവെച്ചിരിക്കുക. കാരണം ഒന്നും കിട്ടത്തില്ല. അയൽവാസി രാപ്പകലില്ലാതെ എരുമകളെ അഴിച്ചുവിടുന്നത് കൃഷിക്ക് പുറമെ യാത്രക്കാർക്കും ഭീഷണിയാണെന്ന് പ്രദേശവാസിയായ അനു പറഞ്ഞു. ഇതിനെ അവർ പകലാണെങ്കിലും കെട്ടിയിടത്തില്ല, രാത്രിയാണെങ്കിലും അഴിച്ചു വിട്ടേക്കുക. കുറെ പട്ടിയുടെ ശല്യമെല്ലാം ഉണ്ട് നമുക്ക്. ഞാൻ വന്ന സമയത്ത് ഈ സ്കൂട്ടറിന്റെ വെട്ടം കണ്ടുകൊണ്ടായിരിക്കാം ഇത് ഓടി വന്ന് എന്നെ ഈ കുരിശിന്റെ പുറകിൽ നിന്ന് വന്ന് ഇടിച്ച് ഞാൻ തെറിച്ച് വീഴുമായിരുന്നു. എൻ്റെ കാലിന് ഒടിവുണ്ടായിരുന്നു. കൃഷിയാണ് ഇവിടുത്തുകാരുടെ ഉപജീവന മാർഗം. കന്നുകാലികളെ കൃഷി നശിപ്പിക്കാത്ത രീതിയിൽ വളർത്താൻ നടപടി ആവശ്യപ്പെട്ട് കളക്ടർക്കും പോലീസിനും പഞ്ചായത്ത് കൃഷിവകുപ്പ് അധികൃതർക്കും പരാതി നൽകിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.